ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. ഇടമണിൽ പിതാവ് മക്കളെ ക്രൂരമായി മർദ്ദിച്ച് അവസരാക്കിയ ശേഷം ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. പ്രതി ഓടി രക്ഷപ്പെട്ടു.
മന്ത്രി മാണിക്കെതിരെ ആഞ്ഞടിച്ച് കെ ബി ഗണേഷ് കുമാർ. കൈക്കൂലിക്കാരനായ മാണിയെ കയ്യാമം വയ്ക്കാൻ ആർജവമില്ലാത്ത UDF-നെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും MLA. വോട്ടർമാരെ ചിരിപ്പിച്ച് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. LDF നേതൃത്വത്തിൽ കുന്നിക്കോട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് വിജയന്റെ നർമ്മം കലർന്ന പ്രസംഗം. വാർത്തകൾ വിശദമായി. പിതാവ് മക്കളെ മർദ്ദിച്ചവശരാക്കിയ ശേഷം ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചതായി പരാതി. ഇടമണ്ണിലാണ് സംഭവം. പ്രതി ഓടി രക്ഷപ്പെട്ടു. തെന്മല ഇടമൺ ആഷിന മൻസിലിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാഷിനി, 5ാം ക്ലാസ് വിദ്യാർത്ഥി ആഷിഖ് എന്നിവർക്കാണ് പിതാവ് ഹാഷിമിൽ നിന്നും മർദ്ദനമേറ്റത്. കമ്പിവടി കൊണ്ട് ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടികൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയാണ് മർദ്ദനം ആരംഭിച്ചതെന്ന് കുട്ടികൾ പറയുന്നു. വാപ്പ എന്തൊക്കെയാ മോളെ ചെയ്തത്? എപ്പോഴാ? രാത്രി. എന്തൊക്കെ ചെയ്ത മോളെ? എങ്ങനെ അടിച്ചു? എന്തുകൊണ്ട് അടിച്ചു? നമ്മളെ കെട്ടിത്തൂക്കാനൊക്കെ പോയി. കണ്ണിനെ കമ്പിവടി കൊണ്ട് വയറ്റിലൊക്കെ അടിച്ച്. പിന്നെ വടി കൊണ്ട് അടിച്ച്, വടി കൊണ്ട് ചെവിട്ടിക്കൊക്കെ അടിച്ച്. എന്തിനാ അടിക്കുന്നത്? അമ്മച്ചി ഇവിടെ വന്നെന്നും പറഞ്ഞു. നിങ്ങളെ കാണാൻ അമ്മച്ചി വന്നെന്നും പറഞ്ഞു? അമ്മച്ചി വന്നായിരുന്നു? അമ്മ ഇവിടെ വന്ന് ചോറൊക്കെ എടുത്തോണ്ട് പോയെന്നും പറഞ്ഞു. അമ്മ അവിടെ വന്നായിരുന്നോ? 4 വർഷം മുമ്പ് കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യ ഡയാന ബീഗത്തിന്റെ വലതു കൈപ്പത്തി ഹാഷിം വെട്ടിമാറ്റിയിരുന്നു. ഇത് കേസാവുകയും കുളത്തൂപ്പുഴ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡയാന അമ്മയോടൊപ്പവും കുട്ടികൾ ഹാഷിമിനൊപ്പവുമാണ് താമസിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം അമിതമായി മദ്യപിച്ചെത്തിയ ഹാഷിം കുട്ടികളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞതായി ഡയാനയുടെ മാതാവ് പറയുന്നു. ഫോൺ വന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഹാഷിം 2 മക്കളെ അടിച്ച് റെഡിയാക്കുന്നു, ഇരുമ്പ് അടിക്ക് അടിക്കുന്നു, മോളെ ഫാനിനകത്ത് കെട്ടി തൂക്കുന്നു, എളുപ്പം നിങ്ങൾ വരണം, ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വാതിലിൽ മുട്ടിയ കൊച്ചുങ്ങളെ വെട്ടിക്കളഞ്ഞ് പറയുന്നത്, ഞങ്ങളെല്ലാം പുറത്ത് നിൽക്കുക, അഷറഫും പിന്നെ ഷാഹിദായും എല്ലാം പുറത്ത് നിൽക്കുക, ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അനിത വിളിച്ച് വീണ്ടും പറഞ്ഞു, അമ്മ നിങ്ങൾ വന്നേ പറ്റൂ, പെണ്ണിൻ്റെ നിലവിളിയൊക്കെ പെണ്ണിനെ എന്തോ ചെയ്യുമെന്നൊക്കെ അവൻ വിളിച്ച് പറയുന്നു. ഞങ്ങൾക്ക് പേടിയാവും, നിങ്ങൾ എളുപ്പം ആ പെണ്ണിനെ നശിപ്പിച്ച് കളയുന്നതാണ് ഞങ്ങൾ പേടിച്ച് പിന്നെയും ഞങ്ങൾ അമ്മായി വിളിക്കുന്നു. കുട്ടികളെ ഹാഷിം നിത്യവും മർദ്ദിക്കുമായിരുന്നുവെന്ന് ഹാഷിമിന്റെ സഹോദരി ഡയാനയെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയായപ്പോൾ 12 മണിയായപ്പോഴത്തേന് ഇങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ കഴുകിയെടുത്തിട്ട് അടിച്ച് ഉപദ്രവിക്കുകയും കമ്പി കൊണ്ട് എൻ്റെ മോനെ അടിക്കുകയും എൻ്റെ മോൻ്റെ നടുവിനും എൻ്റെ മോൻ്റെ കൈയെല്ലാം അടിച്ചൊടിക്കുകയും ചെയ്തു. എൻ്റെ മോടെ നെറ്റി കണ്ണിൻ്റെ ഭാഗമെല്ലാം അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ അവരുടെ പെങ്ങളായ ഷാഹിദ എന്ന അഷറഫ് എന്ന് പറയുന്ന പെങ്ങളും അളിയനോട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക, ആ ഭ്രാന്തനെ അടിച്ച് കൊല്ലുന്നു എന്ന് പറഞ്ഞു. 10-ാം തീയതി എത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനിരിക്കെയാണ് ഈ സംഭവം ഉണ്ടായത്. ഡയാന സംഭവങ്ങൾ കാണിച്ച് തെന്മല പോലീസിൽ പരാതി നൽകിയതായി അറിയിച്ചു. ഇയാൾക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ട്. പല പ്രാവശ്യവും ഞാനിത് പറഞ്ഞ് ഞാൻ സെന്റ് തോമസ് ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി ചികിത്സ നടത്തിയതാണ്. പക്ഷേ ഇയാളങ്ങനെ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും, അവിടെ നിന്ന് തിരിച്ചു പോരും. ഇപ്പം പിന്നെയും പുതുതായിട്ട് മീൻകച്ചവടമൊക്കെ തടയും 34 നിൽക്കുമായിരുന്നു. അയാൾ കഞ്ചാവും പിന്നെ മദ്യപാനവും അയാളുടെ തൊഴിൽ. പണ്ട് അയാൾ കഞ്ചാവ് അടിച്ചിട്ട് എൻ്റെ കൈയും കാലും എല്ലാം വെട്ടി, അത് ഭയങ്കര കേസും പ്രശ്നമൊക്കെ ആയതാണ്. ഇപ്പോൾ ആ കേസൊക്കെ ഒത്തുതീർപ്പായി വന്നു, കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ജീവിച്ചു വരികയായിരുന്നു. ഇപ്പം പിന്നെ ഇയാൾ എൻ്റെ കൊച്ചുങ്ങളടുത്താണ് ഉപദ്രവം തുടങ്ങി. എന്നെ കൊല്ലാൻ കിട്ടാത്തതിന് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടമാനം ഉപദ്രവിച്ചു. ഇപ്പം ഞാൻ തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് അവിടെ വന്ന് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിൽ ഇരുമുന്നണികളും ശക്തമായ പോരാട്ടത്തിൽ. പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമായതോടെ മത്സരം തീപാറുകയാണ്. ആദ്യഘട്ടത്തിൽ ചില വാർഡുകളിൽ മുൻതൂക്കം നേടിയിരുന്ന ചില മുന്നണികൾ അവസാന ഘട്ടമായപ്പോഴേക്കും പിന്നോക്കം പോകുന്ന അവസ്ഥയാണുള്ളത്. 35 അംഗ നഗരസഭാ കൌൺസിലിൽ 15ഓളം സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. ഇരുമുന്നണികളും നേർക്കുനേർ മത്സരിക്കുന്ന 11 സീറ്റുകളാണുള്ളത്. മുന്നണികൾക്കും BJPക്കും വേണ്ടി പ്രമുഖ നേതാക്കൾ കിഴക്കൻ മേഖലയിൽ പ്രചരണത്തിനെത്തിയിരുന്നു. ജാതി സമവാക്യങ്ങളും അടിയൊഴുക്കുകളുമാണ് ഇനി വിജയം നിർണ്ണയിക്കുന്നത്. അഴിമതിയും വികസന മുരടിപ്പുമൊക്കെയായിരുന്നു പ്രചരണ രംഗത്ത് ഇരുമുന്നണികളും BJPയും ഉയർത്തിയ ആരോപണങ്ങൾ. ഇരുമുന്നണികളിലെയും പ്രമുഖർ പുനലൂർ നഗരസഭയിൽ മത്സര രംഗത്തുണ്ട്. കോമളംകുന്ന് വാർഡിൽ CPM മുൻ ഏരിയ സെക്രട്ടറി MA രാജഗോപാലാണ് മത്സര രംഗത്തുള്ളത്. CPM നേതാവിനെ എതിരിടുന്നത് കോൺഗ്രസിലെ യുവനേതാവ് S രജിരാജാണ്. CPMന് ശക്തമായ അടിത്തറയുള്ള കോമളംകുന്നിൽ ആരും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. BJP സ്ഥാനാർത്ഥിയായ BG ശേഖറും ഇവിടെ ജനവിധി തേടുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ ശാസ്താംകോണം വാർഡിലാണ് ജനവിധി തേടുന്നത്.
ഇവിടെ CPM നേതാവ് R ഗുരുദാസും BJPയുടെ യുവനേതാവ് ബിനുവുമാണ് എതിരാളികൾ. CPMന്റെ സിറ്റിംഗ് സീറ്റായ ശാസ്താംകോണത്ത് മത്സരം കടുത്തതോടെ പ്രവചനങ്ങൾ അസാധ്യമായിട്ടുണ്ട്. CPM നേതാവ് അബ്ദുൽ ലത്തീഫ് മത്സരിക്കുന്ന കലയനാട് വാർഡിൽ മത്സരം തീപാറുകയാണ്. സിറ്റിംഗ് കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ N സുന്ദരേശനുമായാണ് മത്സരം. അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ അരങ്ങേറുന്നത്. BJPക്ക് ഇവിടെ സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ നേരിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് SM ഖലീൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുമ്പോട് വാർഡിൽ അംഗം മുറുകുകയാണ്. കോൺഗ്രസിന്റെ യുവനേതാവ് സഞ്ജു ബുഖാരി ഇവിടെ ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന വാർഡിൽ BJPയുടെ വനിതാ നേതാവ് ബിനു സുദേവനും ജനവിധി തേടുന്നു. കേരള കോൺഗ്രസ് M നേതാവ് എബ്രഹാം മാത്യു കല്ലാർ വാർഡിലാണ് ജനവിധി തേടുന്നത്. CPMലെ V ഓമനക്കുട്ടനാണ് എതിരാളി. BJP സ്ഥാനാർത്ഥി മനോജും പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള ചില വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികൾ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഇത് ഏതുതരത്തിൽ മുന്നണിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. നഗരസഭയിൽ അക്കൌണ്ട് തുറക്കാൻ BJP ശ്രമം നടത്തുമ്പോൾ ജാതി സമവാക്യങ്ങളും അടിയൊഴുക്കുകളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം. SNDP BJP ധാരണയും ചില വാർഡുകളിൽ നിലവിലുണ്ട്. ഗ്രേസിംഗ് ബ്ലോക്ക് വാർഡിൽ SNDP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലേഖ ശശാങ്കൻ മത്സരിക്കുന്നുണ്ട്. ആരംപുന്ന, ശാസ്താംകോണം, നേതാജി, ഭരണിക്കാവ്, കല്ലാർ, പ്ലാച്ചേരി, വാളക്കോട്, പരവട്ടം, അഷ്ടമംഗലം, കേളങ്കാവ് വാർഡുകളിൽ മത്സരം തീപാറുകയാണ്. നിലവിൽ 35 അംഗ കൌൺസിലിൽ LDFന് 24 സീറ്റുകളാണുള്ളത്. UDFന് നേടാനായത് 11 സീറ്റ് മാത്രമാണ്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജീകരിച്ചു. സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് യന്ത്രം സജ്ജമാക്കിയത്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ബാലറ്റ് പേപ്പർ ഘടിപ്പിക്കുന്ന ജോലിയാണ് വെള്ളിയാഴ്ച നടത്തിയത്. പുനലൂർ ഗവൺമെന്റ് HSSൽ രാവിലെ 11 മണിക്കാണ് ജോലികൾ ആരംഭിച്ചത്. സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് യന്ത്രം സജ്ജമാക്കിയത്. തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രം തയ്യാറാക്കി ഇവ ബൂത്ത് അടിസ്ഥാനത്തിൽ സ്ട്രോങ് റൂമിൽ പോലീസ് കാവലോടെ സൂക്ഷിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തലേന്ന് ബൂത്തുകളിൽ വിതരണം ചെയ്തതിനു മാത്രമേ സ്ട്രോങ് റൂം ഇനി തുറക്കുകയുള്ളൂ. വോട്ടിംഗ് യന്ത്രത്തിന്റെ ക്രമീകരണ സമയത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനുള്ള വാഹനങ്ങൾ ഒഴികെ മറ്റ് ഒരു വാഹനത്തിനും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളോ അവർ നിർദ്ദേശിക്കുന്ന ഒരു ഏജന്റോ വോട്ടിംഗ് യന്ത്രത്തിന്റെ സജ്ജീകരണ സമയത്തിന് സാക്ഷിയാകാൻ റിട്ടേണിംഗ് ഓഫീസ് അറിയിച്ചിരുന്നു. ഇതിന് പ്രകാരം എത്തിയവരുടെ സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മന്ത്രിമന്ദിരത്തിൽ വെച്ച് കൈക്കൂലി വാങ്ങിയ KM മാണിയെ കയ്യാമം വയ്ക്കാൻ ആർജവുമില്ലാത്ത UDF സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് KB ഗണേഷ് കുമാർ MLA. പുനലൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കോമളംകുന്ന് ജംഗ്ഷനിൽ സംസാരിക്കുകയായിരുന്നു MLA. UDF സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിലാണ് MLA പ്രതികരിച്ചത്. നമ്മുടെ ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ സംബന്ധിച്ച്. രാഷ്ട്രീയ അവബോധമുള്ള മലയാളി ഏറ്റവും ആകാംക്ഷയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾക്ക് ഒന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ അഴിമതി എന്ന വെല്ലുവിളിയാണ്. മറ്റൊന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള ഒരു പടയോട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് എവിടെയൊക്കെ ഭരണാധികാരികൾ അഴിമതി നടത്തുന്നുണ്ടോ അവർ ഇളക്കി വരുന്ന ഒരു ഫോർമുലയുണ്ട്, ഒരു പുകമറ അവർ സൃഷ്ടിക്കാറുണ്ട്. അത് വർഗീയതയുടെ പുകമറയാണ്. കേരളം ഭരിക്കുന്ന UDF സർക്കാർ ഇന്ന് കേരളത്തിൽ വർഗീയത ഉണർത്തിവിടുകയാണ്. സംഘപരിവാർ കൂട്ടാളികൾക്ക് പ്രവർത്തിക്കാനും അവരെ പുകഴ്ത്താനും പാടാനും സമയം കണ്ടെത്തുന്ന UDFന്റെ നയം UDF ഗവൺമെന്റിന്റെ അഴിമതി ദൂരീകരിക്കാനുള്ള ഒരു ടെക്നിക്കായിട്ട് നാട്ടുകാർ മനസ്സിലാക്കണം. 1 കോടി രൂപ 2-3 ഘട്ടങ്ങളിലായി മന്ത്രിമന്ദിരത്തിൽ വെച്ച് സ്വീകരിച്ച മന്ത്രി KM മാണി നാടിന് അപമാനമാണ്. അഴിമതിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മന്ത്രി തന്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് 1 കോടി രൂപ 2-3 ഘട്ടങ്ങളിലായി മന്ത്രിമന്ദിരത്തിൽ വെച്ച് കൈക്കൂലി വാങ്ങിയ മാണിയെ കയ്യാമം വയ്ക്കാനുള്ള ആർജവമില്ലാത്ത UDFനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതികരിക്കണം. അഴിമതി അപകടമാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിന്റെ നെറികെട്ട ഭരണം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും KB ഗണേഷ് കുമാർ MLA ആരോപിച്ചു. പുനലൂർ നഗരസഭയിൽ LDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും KB ഗണേഷ് കുമാർ MLA അഭിപ്രായപ്പെട്ടു. അഴിമതി മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് UDFനെ നയിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ, കോമളംകുന്ന് നിൽക്കുമ്പോൾ ഈ നാടിന്റെ പൊന്നോമന പുത്രനാണ് MA രാജൻ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കും. MA സ്നേഹൻ, ഇത് എന്റെ സഹോദരനാണ് ഈ നിൽക്കുന്നതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. എങ്ങനെപ്പോഴും ഈ പുനലൂർ മുനിസിപ്പാലിറ്റിയിലും ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ രാജഗോപാലന്റെ ഈ കൈകൾ കൊണ്ട് സഹായം പണം കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയില്ല. സ്നേഹം കൊടുത്ത് ജനങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ത്യയോടൊപ്പം.
ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് രാജഗോപാലിന്റെ മനസ്സ് പഠിച്ചാൽ മതി. അതാണ് കമ്മ്യൂണിസം എഴുതി വെച്ച കാലത്ത്. പുനലൂർ നഗരസഭയിലെ ആരംഭന്ന വാർഡിൽ നിന്നുമാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ മിക്ക സ്വീകരണ കേന്ദ്രങ്ങളും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സംരക്ഷിക്കുന്ന അമ്മമാരെ സഹോദരിമാരെ ശ്രീ കെ വി ഗണേഷ് കുമാർ കടന്നു നൽകുകയാണ്. ശ്രീ കെ വി ഗണേഷ് കുമാറിന് പുനലൂർ നഗരസഭയിലെ ഇടതുമുന്നണി ചെയർമാൻ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കോമളംകുന്ന് വാർഡിൽ വെച്ചാണ് UDF സർക്കാരിനെതിരെ കെ വി ഗണേഷ് കുമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അഴിമതിയും കെടുകാര്യസ്ഥയും കണ്ടുപിടുത്ത ജനം ഇത്തവണ LDFനെ വിജയിപ്പിക്കുമെന്നും MLA അഭിപ്രായപ്പെട്ടു. കോമളംകുന്ന് വാർഡിലെ LDF സ്ഥാനാർത്ഥി MA രാജഗോപാലിനും ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇടതുമുന്നണിയുടെ പ്രാദേശിക നേതാക്കൾ ചടങ്ങിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്.
from the house of luxury sanitary wares. Style Bath, Kottarakara, Ayur, Punnur. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271 341, 2271 342, 2271 343. മാമിസാർ എന്ന പി രാമചന്ദ്രൻ നായരുടെ 24ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങ് മുൻ MLA കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആവണീശ്വരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ, മാനേജർ, KPSHA സംസ്ഥാന പ്രസിഡന്റ്, ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൌൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു പി രാമചന്ദ്രൻ നായർ എന്ന മാമിസാർ. സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മാമിസാർ എന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ MLAയുമായ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. ഈ പ്രദേശത്ത് ജാതിയും മതവും അതിനെല്ലാത്തിനും അതീതമായി മനുഷ്യരെ സ്നേഹിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു മാമിസാർ എന്ന് നമുക്ക് ഏവർക്കും മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയും. ആരാണോ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നത് അവരെ സഹായിക്കുന്നതിൽ ഒരു വൈമനസ്യവും കാണിച്ചിരുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥൻ ആയിരുന്നില്ല മാമിസാർ. കഴിയാവുന്നിടത്തോളമുള്ള തന്റെ കയ്യിലുള്ളതെല്ലാം നിറഞ്ഞ മനസ്സോടുകൂടി ആർക്കും കൊടുക്കുന്നതിൽ എപ്പോഴും താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയ്ക്ക് പഠന വിഷയമാക്കാൻ കഴിയുന്ന ഒട്ടനവധി മാതൃകാപരമായ സദ്ഗുണങ്ങളുടെ ഉടമയായിരുന്നു മാമിസാർ എന്നും പ്രകാശ് ബാബു പറഞ്ഞു. സ്കൂൾ മാനേജർ R. പത്മഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള എൻഡോവ്മെന്റുകളുടെ വിതരണം പ്രകാശ് ബാബു നിർവഹിച്ചു. വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് വിഷ്ണു R. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായ ഡോക്ടർ MM ബഷീർ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളും സഹകരിച്ച് നടപ്പാക്കിയ ഇൻഷുറൻസ് പരിരക്ഷയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഹെഡ്മാസ്റ്റർ V. നിസാമുദ്ദീൻ, മുൻ അധ്യാപകനായ MO മാത്യു, സർവോദയ മണ്ഡലം കൊല്ലം ജില്ലാ പ്രസിഡന്റ് N. ജനാർദ്ദനൻ നായർ, റിട്ടയർഡ് പ്രിൻസിപ്പൽ TR കൃഷ്ണൻ നായർ, വിജയ ആയുർവേദിക് സെന്റർ ഡയറക്ടർ K. മോഹൻകുമാർ, PRNM പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ PR ജയശ്രീ, PTA പ്രസിഡന്റ് S. ബെന്നിക്കുട്ടി, മുൻ PTA പ്രസിഡന്റ് J. അഷ്റഫ്, പ്രിൻസിപ്പൽ TJ ശിവപ്രസാദ്, S. സുധീർ, മാതൃസമിതി പ്രസിഡന്റ് കലാദേവി, നവാസ്, HSAP ദിലീപ് ലാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി മുന്നണികൾ. ചിതറയിലാണ് മുന്നണികൾ നിയമലംഘനം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ചിതറയിൽ പല സ്ഥലത്തും മുന്നണികൾ പ്രചരണം ശക്തമാക്കുന്നത്. പൊതുസ്ഥലത്ത് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശമുണ്ടെങ്കിലും ഇവയൊന്നും വകവയ്ക്കാതെയാണ് മുന്നണികളുടെ പ്രവർത്തനം. ഇലക്ട്രിക് പോസ്റ്റുകൾ, അംഗൻവാടിയുടെ മതിൽ എന്നിവിടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു. കൂടാതെ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിൽ ആണിയടിച്ച് പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കരുത് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. മടത്തറ, നിലമേൽ സംസ്ഥാന പാതയോരത്തെ നിരവധി മരങ്ങളിലാണ് ഇടതു വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ആണിയടിച്ച് തൂക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റുകൾ, സർക്കാർ സ്ഥലങ്ങൾ തുടങ്ങിയവയിൽ പോസ്റ്ററുകൾ പതിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇവയൊക്കെ അവഗണിച്ചാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡുകൾ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ലൈവ് വാർത്ത, കടയ്ക്കൽ.
സാമൂഹ്യനീതി വകുപ്പ് ചടയമംഗലത്ത് പോഷക ദിനാചരണം സംഘടിപ്പിച്ചു. അംഗൻവാടികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചിതറ പഞ്ചായത്തിലെ 46 അംഗൻവാടികളുടെ നേതൃത്വത്തിലാണ് പോഷക ദിനാചരണം സംഘടിപ്പിച്ചത്. കൂരവ്, അമൃതം പൊടി തുടങ്ങിയവ ഉപയോഗിച്ചും നാടൻ പച്ചക്കറികൾ ഉപയോഗിച്ചും പാകം ചെയ്ത 100ഓളം വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു. കൂരവ്, അമൃതം പൊടി എന്നിവയുണ്ടാക്കിയ പുട്ട്, ഉണ്ണിയപ്പം, ഇടിയപ്പം, ക്യാരറ്റ് ചപ്പാത്തി, ചീരയില ചപ്പാത്തി തുടങ്ങിയ വ്യത്യസ്തമായ വിഭവങ്ങളും വിവിധതരം പായസങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്ന പോഷകാഹാരങ്ങളുടെ ഗുണനിലവാരം സമൂഹത്തെ അറിയിക്കാനും നാടൻ പച്ചക്കറി ഉൽപ്പന്നത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും വേണ്ടിയാണ് പോഷകാഹാര ദിനം സംഘടിപ്പിച്ചത്. CDPO സമീല, ICDS സൂപ്പർവൈസർ വിജയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂട്രിമിക്സ്, കൗമാരപ്രായക്കാർക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന കൂരവ് പൊടി, അതെല്ലാം കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രദർശിപ്പിച്ചത്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനൊരു മേള സംഘടിപ്പിക്കുന്നത്. അതായത് അധികം വിലയില്ലാത്തതും പിന്നെ ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടും പിന്നെ പച്ചക്കറികളുടെ ഗുണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ആരും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഗുണമൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പോഷകാഹാര ദിനം ആചരിച്ചത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കുന്നിക്കോട് ജംഗ്ഷനിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ചിരിച്ചും ചിരിപ്പിച്ചുമുള്ള ഉഴവൂർ വിജയന്റെ പ്രസംഗം UDF സർക്കാരിനെതിരായുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു. എനിക്ക് പേടിയായി കടലിട്ടുകൊണ്ട് കിടക്കാൻ വല്ല ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പുറകിൽ കോൺഗ്രസ് ആണെന്നോർത്ത് ഈ സമയത്ത് ഉച്ചി നോക്കി ഒരു അടി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാൽ കഴുത്ത് തിരിച്ചു കഴിയുമ്പോഴല്ലേ NCP ആയിരുന്നു സോറി, കഴുത്ത് തിരിച്ചു കഴിഞ്ഞ് പിന്നെ സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സർക്കാരിനെ കൊണ്ട് മടുത്തിട്ടല്ലേ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടതായി പറഞ്ഞത്. ഈ പൊട്ട രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് നാട്ടുകാരും എല്ലാവരും അംഗീകരിക്കും. 6 മാസം കാട്ടിൽ, പിന്നെ വീട്ടിൽ, പിന്നെ അമ്മയുടെ ഭാര്യയെ പിടിച്ചോണ്ട് വട്ടം കറങ്ങുക. അങ്ങനെ ഒരു പുള്ളി പ്രധാനമന്ത്രിയാകാൻ നോക്കിയിട്ടല്ലേ ഈ പണി ഇങ്ങനെ ഉണ്ടാകേണ്ടി വന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ഥിതി എന്താ? മാലങ്കേനായന്റെ വീട്ടിൽ വേലയ്ക്ക് വന്ന പെൺകുട്ടി ബലാത്സംഗം പേടിച്ച് ഓടിച്ചെന്ന് കയറുന്നത് ജോസ് പ്രകാശിന്റെ വീട്ടിലാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? നിറഞ്ഞ ചിരിയോടെയാണ് പൊതുജനം ഉഴവൂർ വിജയന്റെ പ്രസംഗം കേട്ട് ആസ്വദിച്ചത്. CPI നേതാവ് M നൌഷാദ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം B അജയകുമാർ, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, NCP നേതാവ് T അയൂബ് ഖാൻ, CPM നേതാവ് മുഹമ്മദ് അസ്ലം, M റഹീംകുട്ടി, ശരണ്യ മനോജ്, GR രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗുഡ്. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ് പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ് പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. ഓദർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. ചിതറ മുതയിൽ കമ്പനിമുക്ക് ജംഗ്ഷനിൽ വ്യത്യസ്തമായ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. വോട്ട് തരൂ ബീഫ് കഴിക്കൂ എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വോട്ട് തരൂ ബീഫ് കഴിക്കൂ എന്നതാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. ഇതിനു മുമ്പും ഇത്തരത്തിൽ വ്യത്യസ്തമായ ഫ്ലെക്സ് ബോർഡുകൾ കമ്പനിമുക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മുൻപ് നിർമ്മാണ മേഖല സ്തംഭിച്ചപ്പോൾ തൊഴിൽരഹിതരായ ബംഗാളികളെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിന് മുദ്രാവാക്യം വിളിക്കാൻ വാടകയ്ക്ക് ലഭിക്കും എന്ന ബോർഡ് കമ്പനിമുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. LDFിലെയും UDFിലെയും പടലപ്പിണക്കം മൂലം സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിയ സ്ഥലത്താണ് ഇങ്ങനെയുള്ള പ്രതിഷേധം എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. റോഡരികിൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. അഞ്ചൽ കൈതാടി വർക്ക്ഷോപ്പ് ജംഗ്ഷന് സമീപത്താണ് മരങ്ങൾ ഭീഷണിയാകുന്നത്. അഞ്ചൽ കൈതാടി വർക്ക്ഷോപ്പ് ജംഗ്ഷൻ ഭാഗങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളിലും മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. മരങ്ങളുടെ ചുവടുകൾ ദ്രവിച്ചുണങ്ങിയ അവസ്ഥയിലാണ്. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലൂടെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. മരം കടപുഴകി വീണാൽ വൻ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായി നാട്ടുകാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഈ റോഡ് സൈഡിൽ കാണുന്ന എല്ലാ മരങ്ങളും കേടായി മറിഞ്ഞു വിടാറായി നിൽക്കുകയാണ്. ഇത് അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ അപകടങ്ങൾ ഒരുപാടുണ്ടാകും. നേരത്തെ ഒരുപാട് ഘട്ടം ഇത് റിപ്പോർട്ടുകൾ പുറത്തെയാണ്. ഒരു മരമാണ് ഇതിൻ്റെ മുറിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം അതേപോലെ തന്നെ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ്. ഏത് സമയത്തും ഇതിനെ കമ്പ് ഒടിഞ്ഞു വീഴാം. അത്ര വലിയ ബലമുള്ള കാർ പുറത്ത് പോവാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടമണിൽ പിതാവ് മക്കളെ ക്രൂരമായി മർദ്ദിച്ച് അവസരാക്കിയ ശേഷം ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. പ്രതി ഓടി രക്ഷപ്പെട്ടു. മന്ത്രി മാണിക്കെതിരെ ആഞ്ഞടിച്ച് KB ഗണേഷ് കുമാർ. കൈക്കൂലിക്കാരനായ മാണിയെ കയ്യാമം വയ്ക്കാൻ ആർജവമില്ലാത്ത UDFിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും MLA. വോട്ടർമാരെ ചിരിപ്പിച്ച NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. LDF നേതൃത്വത്തിൽ കുന്നിക്കോട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് വിജയന്റെ നർമ്മം കലർന്ന പ്രസംഗം.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.